എറണാകുളം ജില്ലയ്ക്ക് പുറമെ ആലപ്പുഴ ജില്ലയിലും രോഗബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്കിടയിൽ വൈറസ് രോഗം അതിവേഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രം 30 പേർക്കാണ് H3N2 വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതിനു പുറമെ മംസ് വൈറസും പടർന്നു പിടിക്കുകയാണ്. പനി, ശക്തമായ ചുമ, തൊണ്ടവേദന എന്നീ ലക്ഷണങ്ങളോടുകൂടിയാണ് കൂടുതൽ പേരും ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത്. രോഗലക്ഷണങ്ങളുള്ള വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. വൈറൽ പനി രോഗലക്ഷണങ്ങളുള്ളവർ തൊഴിൽ സ്ഥാപനങ്ങളിലും പൊതുസ്ഥലങ്ങളിലും പോകുന്നത് ഒഴിവാക്കണം. എറണാകുളം ജില്ലയ്ക്ക് പുറമെ ആലപ്പുഴ ജില്ലയിലും ഇൻഫ്ലുവൻസ വൈറസ് പനികൾ പടർന്നു പിടിക്കുകയാണ്. ഇതിനു പുറമെ ഇൻഫ്ലുവൻസ എ വിഭാഗത്തിൽപ്പെട്ട H3N2 വൈറസ് മൂലമുള്ള പനിയും ജില്ലയിൽ പടരുകയാണ്. മംസ് വൈറസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ രോഗബാധിതനായ വ്യക്തിയുടെ ഉമിനീർ, തുമ്മൽ അല്ലെങ്കിൽ ചുമ, രോഗബാധിതനായ വ്യക്തിയുമായി പാത്രങ്ങൾ പങ്കിടൽ എന്നിവയിലൂടെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിവേഗത്തിൽ വൈറസ് വ്യാപിക്കുന്നത്. വൈറസ് ബാധിച്ച് 14 മുതൽ 18 ദിവസങ്ങൾക്ക് ശേഷമാണ് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. വളരെ നേരിയ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. ഇതിൽ പനി ഉൾപ്പെടുന്നു. തലവേദന, വിശപ്പില്ലായ്മ, ബലഹീനത, ചവയ്ക്കുന്നതിനോ വിഴുങ്ങുന്നതിനോ ഉള്ള വേദന, കവിൾ വീർത്തുവരിക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചെവിക്ക് തൊട്ടുമുമ്പിൽ താടിയെല്ലിലെ വീക്കം ദൃശ്യമാകുന്നതിനാൽ ലളിതമായ ഒരു പരിശോധനയ്ക്ക് മുണ്ടിനീർ സ്ഥിരീകരിക്കാൻ കഴിയും. മുണ്ടിനീർ ഒരു വൈറൽ അണുബാധയായതിനാൽ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ കഴിയില്ല. ഇബുപ്രൊഫെയിൻ അല്ലെങ്കിൽ പാരസെറ്റമോൾ പോലെയുള്ള വേദന സംഹാരികൾ ഉപയോഗിക്കാവുന്നതാണ്. മുണ്ടിനീർ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴയിലെ തുമ്പോളി SNVLP സ്കൂളിന് 21 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. സ്കൂളിലെ കുട്ടികൾക്കിടയിൽ മുണ്ടുനീര് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. രോഗം കൂടുതൽ കുട്ടികളിലേക്ക് വ്യാപിക്കാതിരിക്കാനായി ഇൻകുബേഷൻ കാലയളവായ 21 ദിവസം സ്കൂളിന് അവധി നൽകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജൂലൈ 1 മുതൽ 21 ദിവസത്തേക്ക് മുൻകാല പ്രാബല്യത്തോടെ അവധി അനുവദിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ഈ ദിവസങ്ങളിൽ ക്ലാസുകൾ ഓൺലൈനായി നടത്തുന്നതിനു വേണ്ട ക്രമീകരണങ്ങൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഒരുക്കണമെന്നും കളക്ടർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. രോഗം കൂടുതൽ ജില്ലകളിലേക്ക് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. വരും മണിക്കൂറുകളിലെ അവധി അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.